എന്റെ ദേഹത്ത് മുറിവുകൾ എവിടെ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. അതൊക്കെ ഒരു ഡ്രാമയായിരുന്നില്ലേ? ആ, നിങ്ങളൊക്കെ ഇരിക്കി. നമുക്ക് കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളതല്ലേ. ആ സ്വപ്നെ, ഒരു കാപ്പി. മീഡിയം കടുപ്പത്തിൽ മധുരം കൂട്ടിയെടുത്തോ. ഞാനെന്താ നിന്റെ വേലക്കാരിയാണോ? ഇവർക്കൊക്കെ നിന്നെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. എനിക്കതില്ല. സ്വപ്നെ, പോയി കാപ്പി ഉണ്ടാക്കണ്ടോ? ഏട്ടാ, ഇവൻ പറഞ്ഞത് ചെയ്യ. നിന്റെ ആവശ്യം എന്താണെന്ന് പറയൂ. ആവശ്യങ്ങൾ പലതും ഉണ്ട്, പക്ഷേ അതൊന്നും നിങ്ങളെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റില്ല. പറ്റുന്ന കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്റെയും ബിബിമോന്റെയും കേസ് എന്റെ വക്കീൽ അപ്പീൽ ചെയ്യുന്നുണ്ട്. മേഡം കോടതിയിൽ ഞാൻ കുറ്റക്കാരനല്ലെന്ന് മൊഴി കൊടുക്കണം. ആ കേസിൽ ഞങ്ങൾ നിരപരാധികളല്ലേ? ആ സത്യം കോടതിയിലൊക്കെ പറഞ്ഞാൽ മതി. മാഡം, ഇതിനെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? മുകുന്ദൻ എന്നെ തല്ലി. അതിന് സാക്ഷികളും തെളിവുകളും ഒക്കെ ഉണ്ട്. അവൻ ചെയ്ത തെറ്റിനെ ശിക്ഷ അനുഭവിക്കരുതെന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കിട്ടരുതെന്നാ ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾ എന്തിനിങ്ങനെ മടി കാണിക്കുന്നത്? മുകുന്ദൻ ജയിലിൽ പോയാ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ? നിങ്ങൾക്ക് ജയിലിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. മുകുന്ദൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മജിസ്ട്രേറ്റ് ആവാൻ സ്വപ്നം കണ്ട് നടന്ന ഒരുത്തൻ ജയിൽ പുള്ളിയാവുന്നത് എന്ത് കഷ്ടമാണ്. ചേച്ചി മോളെ, ഇവനോടുള്ള വാശിക്ക് നീ മുകുന്ദന്റെ ഭാവി വെച്ച് കളിക്കരുത്. ഇതാ പറയുന്നത്. പ്രായമുള്ളവർ പറയുന്നത് വിലക്കെടുക്കണമെന്ന്. അവർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത് സത്യമായിരിക്കും. നീ പറയുന്നത് പോലെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. വെരി ഗുഡ്. അപ്പോ ഞാൻ എന്റെ വക്കീലിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാം. അവിടെ വെച്ച് എല്ലാം ഔദ്യോഗികമായിട്ട് ചെയ്യാം. പോരെ? കഴിഞ്ഞ കളി ഞാൻ തോറ്റു തൊപ്പിയിട്ടു. നീ ജയിച്ചു. ഇനി ഞാൻ ഈ കളി ഒന്നിയും തുടങ്ങാൻ പോവാ. ഇത്തവണ ആരാ ജയിക്കാന്ന് നമുക്ക് നോക്കാം.